Hello friends. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ബൈ ഏജന്റ് വേണമെങ്കിൽ കുട്ടികളെ വേണമെങ്കിലല്ല നമ്മൾ വിടുന്നതാണ് നല്ലത്. ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് പാസീവ് എന്ന് പറയുന്നതാണ്. ഉദാഹരണത്തിന് വളരെ കൃത്യമായിട്ടൊന്നും അറിയത്തില്ല, സമ്മൺ സ്വീപ്സ് ദ റൂം, ആരാന്ന് അറിയത്തില്ല, അപ്പോൾ അത് നമുക്ക് വേണം ഉപേക്ഷിക്കാം. ദ റൂം ഈസ് സ്വെപ്റ്റ്, ദ റൂം ഈസ് സ്വെപ്റ്റ്. Someone sweeps the room. Instead of we can just say the room is swept. The room is swept every day, something like that. The authorities prohibit photography here. Authorities are namukku. So photography is prohibited. Photography is prohibited. Prohibited here. One sees this everywhere. One, this is seen everywhere. This is seen everywhere. However, one should obey rules. Rules should be obeyed. One rules clear, indefinite, should be obeyed. Rules should be obeyed. Look. Meet the principle before you go. ഇതിനകത്ത് ഇവിടെ മുതലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇമ്പറേറ്റീവ് സെന്റൻസസ് ആണ്. ഇമ്പറേറ്റീവ് സെന്റൻസ് അതിന് വൺ വേ ഓഫ് ചേഞ്ചിങ് ഇമ്പറേറ്റീവ് സെന്റൻസസ് യു ആർ ആസ്ക്ഡ് ടു, യു ആർ റിക്വസ്റ്റഡ് ടു, ഇൻഫിനിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇത് യു ആർ ആസ്ക്ഡ് ടു മീറ്റ് the principle before you leave. You are asked to go out. You are asked to go out. Angana passive vark. Stay there. You are requested to stay there. You are requested to stay there. You are requested to stay there. It worries him. It is not the subject. It rains like that. Something very indefinite. No, yes. So just fills the subject position. So he is worried. No. The omission of agent. So when the object, when the agent is not clear, is not anything clear, not a definite person. Agents are indefinite. Then you can just leave the point. I leave out ചെയ്യുന്നതാണ് നല്ലത്. ചെയ്തില്ലെങ്കിലും വലിയ തെറ്റൊന്നുമില്ല. എങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ എഴുതുന്നത്, അതാണ് എൻ്റെ കാര്യം. അത് നമ്മുടെ സ്റ്റൈലിന് കുറച്ചുകൂടെ നല്ലത് സ്റ്റാൻഡേർഡ് പാസീവ് എന്ന് പറയും. ഇമ്പറേറ്റീവ് സെന്റൻസ് കമാൻഡ്സ് ഒക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ അതർവൈസ് നിങ്ങൾക്ക് വേറെ ഒരു തരത്തിലും ഇമ്പറേറ്റീവ് സെന്റൻസിനെ മാറ്റാൻ പറ്റും. ഷട്ട് ദ ഡോർ, ഷട്ട് ദ ഡോർ. Let the door be shut. Let the door be shut. Well, open the door. Let the door be opened. Let the door be opened. Open the door. Let the door be opened. You are requested to. You are asked to shut the door. You are requested to open the door. So perfect. അങ്ങനെയാണ് ഇമ്പറേറ്റീവ്സിനെ നമ്മൾ പാസീവ് ആക്കി. You are requested, you are asked, you are informed, you are warned. ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് വെർബിനെ ഇൻഫിനിറ്റീവ് ആക്കുക. അത് ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ പാസീവാണ്. ഇനി എന്തെങ്കിലും നമ്മുടെ ഇതിനകത്ത് സംശയം ക്ലിയർ ആയില്ല. ഇപ്പം നമ്മൾ എന്താണ് പാസീവ് സ്റ്റേറ്റ്മെന്റ്, എങ്ങനെയാണ് yes or no ക്വസ്റ്റൻ, എങ്ങനെയാണ് WH ക്വസ്റ്റൻ, എങ്ങനെയാണ് ഇമ്പറേറ്റീവ്സ്, എങ്ങനെയാണ് ഏതെല്ലാം സമയത്താണ് നമുക്ക് ബൈ ഏജന്റ് ഉപേക്ഷിക്കാൻ പറ്റുന്നത്, അത് ഒമിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒമിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാസീവിനെ സംബന്ധിച്ച് റിവൈസ് ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ ഈ സെക്ഷൻസ് കാണുക യൂട്യൂബിൽ. അതിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾസ് സഹിതം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് ഫോർ ദ ടൈം ബീയിങ് ബൈ, ഹാവ് എ നൈസ് ഡേ.